ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൽഫ ദ ടെക് ബ്രോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ്. നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ അല്ലെ അടുത്ത ദിവസങ്ങളിലെ പത്രവാർത്തയിലൂടെ അല്ലെ മീഡിയ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നൊരു പുതിയ ഒരു കർഷകർക്ക് ഒരു വർഷം 6,000 രൂപ ലഭിക്കുന്ന ഒരു സ്കീം ഇന്ത്യ ഗവൺമെന്റ് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം അത് ആർക്കൊക്കെ ലഭിക്കും, അതിന് ആർക്കൊക്കെ അർഹതയുണ്ട്, അതിന് അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതോടൊപ്പം അതിൻ്റെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അത് എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അപേക്ഷാ ഫോമിനോടൊപ്പം ഒറിജിനൽ ആയിട്ടുള്ളതും ഫോട്ടോസ്റ്റാറ്റ് ആയിട്ടുള്ള എന്തൊക്കെ രേഖകൾ നമ്മൾ കയ്യിൽ കരുതണം, അതുപോലെ ഇതിൻ്റെ ഈ അപേക്ഷാ ഫോം എവിടുന്ന് ലഭിക്കും, ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഡിസ്കസ് ചെയ്തതും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡൗട്ട്സ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സോഷ്യൽ മീഡിയ വാട്സപ്പ് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. സോ വി ക്യാൻ ഡയറക്ട്ലി ഗോ ടു വീഡിയോ. എന്താണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി? കേരളത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കർഷകർക്കും ഒരു വർഷം 6,000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇത് ഒരു കുടുംബത്തിൽ ഒരാൾക്കേ ഇത് ലഭിക്കുകയുള്ളൂ. അത് ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപേക്ഷകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത് ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന് റേഷൻ കാർഡിൽ മെമ്പർഷിപ്പുള്ള ആ ഒരു കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്ക് കൂടി 2 ഹെക്ടർ സ്ഥലമേ പാടുള്ളൂ. 2 ഹെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും 4 ഏക്കർ 94 സെന്റ് സ്ഥലം വരും. 1 ഹെക്ടർ എന്ന് പറയുന്നത് 2.47 2 ഏക്കറും 47 സെന്റുമാണ്. അല്ലെങ്കിൽ 0.405 ഹെക്ടറാണ് 1 ഏക്കർ. നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. 4 ഏക്കറും 94 സെന്റിലും താഴെ സ്ഥലമാണ് നമ്മുടെ കുടുംബത്തിനുള്ളതെങ്കിൽ നമുക്ക് ഈ 6,000 രൂപ ലഭിക്കാൻ അർഹതയുണ്ട്. ഇതാണ് മെയിൻ കാരണം. പിന്നെ രണ്ടാമത് പലരും പറയുന്നുണ്ട് സ്ഥലം എത്ര മുതൽ എത്ര വരെയാണ്. 1, 2, 3 സെന്റ് സ്ഥലത്തിന് താഴോട്ട് പരിമിതിയില്ല, മുകളിലോട്ട് മാത്രമേ പരിമിതിയുള്ളൂ. അതിപ്പോൾ 5 സെന്റ് ആണെങ്കിലും 4 സെന്റ് ആണെങ്കിലും 3 സെന്റ് ആണെങ്കിലും നിങ്ങൾ ഇതിന് അർഹരാണ്. നിങ്ങൾക്ക് അത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് 4.94 4 ഏക്കറും 94 സെന്റിൽ താഴെ സ്ഥലം ഉണ്ടായാൽ മതി. അതിൻ്റെ അത് വേറെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് ലഭിക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് നോക്കാം. ഇത് ലഭിക്കാനുള്ള ക്രൈറ്റീരിയ ഒന്ന്, ഇതാ കുടുംബം എന്നാൽ കർഷകൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ എന്നിവർ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ റേഷൻ കാർഡാണ് ചെക്ക് ചെയ്യുന്നത്. ഒന്ന്, ഇതിന്റെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി മാർച്ച് മാസം 31 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2 ഹെക്ടറിൽ താഴെ ഭൂമി ഉള്ളവർക്ക്. ഒന്ന്, ആ വ്യക്തിക്ക് സ്വന്തമായി സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. 2, ആ വ്യക്തിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടാകാൻ പാടില്ല. 3, ആ വ്യക്തി ഇതിനു മുമ്പ് തൊട്ടു മുമ്പിലത്തെ പ്രാവശ്യം ഇൻകം ടാക്സ് അടച്ച ആള് ആകാൻ പാടില്ല. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ പെൻഷൻ 10,000 രൂപയിൽ കൂടുതൽ കൈപ്പറ്റുന്ന ആള് ആകാൻ പാടില്ല. അതാണ് അവരിൽ പറയുന്ന മെയിൻ ക്രൈറ്റീരിയ. അതുപോലെ പ്രൊഫഷണൽ ജോലി രജിസ്റ്റർ ചെയ്ത് ലൈസൻസോടുകൂടി പ്രൊഫഷണൽ ജോലി എടുക്കുന്നവരായിരുന്നു. മീൻസ് ഡോക്ടർ, എഞ്ചിനീയർ, വക്കീല്, ആർക്കിടെക്ചർമാർ, ചാർട്ടേഡ് അക്കൗണ്ട്സ് അങ്ങനെയുള്ള പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ആകാൻ പാടില്ല. അതുപോലെ നിലവിലുള്ളതും മുൻപുള്ളതുമായിട്ടുള്ള മന്ത്രിമാർ, ലോകസഭാ അംഗങ്ങൾ, രാജ്യസഭ, നിയമസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ, മേയർമാർ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാർ, ഇത്രയും പേർക്ക് അർഹതയില്ല. ഇതല്ലാതെയുള്ള പഞ്ചായത്തിലെ മെമ്പർമാർ അങ്ങനെയുള്ളവരെല്ലാം ഈ കർഷകരുടെ കൊടുക്കുന്ന ഈ 6,000 രൂപയ്ക്ക് അർഹരാണ്. നേരെ നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ടത് ഇത് എപ്പോഴൊക്കെ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ്. മീൻസ് ഒരു വർഷത്തിൽ 3 ഗഡുമായിട്ട് നമുക്ക് 2,000 2,000 2,000 അങ്ങനെയാണ് 6,000. 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് 2,000 രൂപ വീതം ലഭിക്കുന്നത്. ഇതിനോട് ഒപ്പം നമ്മൾ സമർപ്പിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ
കോപ്പി, ഫ്രണ്ട് പേജിൻ്റെ കോപ്പി, നമ്മുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡുമുള്ള ഫ്രണ്ട് പേജിൻ്റെ കോപ്പി, അത് ഏത് വ്യക്തിയുടെ പേരിലാണോ സ്ഥലമുള്ളത് ആ വ്യക്തിയുടെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, അതോടൊപ്പം കരമടച്ച രസീതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഒറിജിനലും കൈ കരുതണം. അത് 2018, 2019 വർഷം കരമടച്ചതായിരിക്കണം. അതോടൊപ്പം റേഷൻ കാർഡ് ഒറിജിനൽ കയ്യിൽ കൊണ്ടുപോകണം. അതോടൊപ്പം റേഷൻ കാർഡിൻ്റെ കോപ്പി. അതുകൂടാതെ ആധാർ കാർഡ് ഒറിജിനൽ കൈ കരുതുക. അതോടൊപ്പം ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി കൈ കരുതുക. ആധാർ കാർഡ് ഇല്ലാത്തവർ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അംഗീകരിച്ചിട്ടുള്ള ID കാർഡിൽ ഏതെങ്കിലും ഒന്നാണ് കൈ കരുതേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഈ ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. കേരള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. നേരം ഈ സൈറ്റിൽ കയറിയാൽ മതി. കേരള കൃഷിഭവൻ്റെ ഈ സൈറ്റിൽ കയറി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ PM കിസാൻ ആപ്ലിക്കേഷൻ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇതിൻ്റെ മുകളിൽ ഈ പാസ് ചെയ്യുന്ന ഇത് ഫ്രണ്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്ന ഫോം ആയതുകൊണ്ടാണ് ഇത് ഏറ്റവും ടോപ്പിൽ കാണിച്ചിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ഫോർ ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഫോം കിട്ടും. ഈ ഫോം ഇതിലേക്കാണ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം. നേരം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത്രയും ചെയ്താൽ മതി. അത് ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ബന്ധപ്പെട്ട കൃഷിഭവനിൽ നിന്ന് ലഭിക്കും. അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയാൽ അക്ഷയ സെൻറ്ററിൽ ലഭിക്കും. ഇതിപ്പോൾ എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ലഭിക്കുന്നതാണ്. നമുക്കിത് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഫില്ല് ചെയ്യുന്ന ചോദിച്ചാൽ ഈ ഫോമിൽ ഫസ്റ്റ് കൃഷിഭവൻ്റെ പേര് കൊടുക്കുക. നിങ്ങൾ ഏത് ബ്ലോക്കാണോ ആ ബ്ലോക്ക് കൊടുക്കുക. താലൂക്ക് ഏതാണെന്ന് കൊടുക്കുക. ജില്ല ഏതാണെന്ന് കൊടുക്കുക. അതോടൊപ്പം നമ്മളിത് കൊണ്ടുപോയി കൊടുക്കേണ്ടത് കൃഷിഭവനിലാണെന്ന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു. അത് നിങ്ങളുടെ സ്ഥലം ഇരിക്കുന്നത് ഏത് കൃഷിഭവനിലാണോ ആ കൃഷിഭവനിലാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ വില്ലേജ് നമ്പർ ഇവിടെ കൊടുക്കുക. അപേക്ഷകൻ്റെ പേര് കൊടുക്കുക. അപേക്ഷകൻ അച്ഛൻ, അമ്മ, ഭർത്താവിൻ്റെ പേര്. അപേക്ഷകൻ ആരാണോ, ഇപ്പം ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് കൊടുക്കുക. മക്കളാണെങ്കിൽ മാതാപിതാക്കളുടെ പേര് കൊടുക്കുക. ആ വ്യക്തിയുടെ മേൽവിലാസം ഇവിടെ കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. പുരുഷനാണോ സ്ത്രീയാണോ അത് മെൻഷൻ ചെയ്യുക. അതോടൊപ്പം കർഷകൻ്റെ വിഭാഗം നമ്മുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുക. നമ്മുടെ ആധാർ നമ്പർ നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. നമ്മുടെ ജനനത്തീയതി മെൻഷൻ ചെയ്യുക. റേഷൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക. അതോടൊപ്പം നമ്മൾ അടുത്തതായിട്ട് കൊടുക്കുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കുക. ബാങ്കിൻ്റെ പേര് കൊടുക്കുക. മീൻസ് SBI ആണ് SBI, ഫെഡറൽ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക് കൊടുക്കുക. ബാങ്ക് ഏത് ബ്രാഞ്ചിലാണ്, നിങ്ങളുടെ ബാങ്ക് ഇരിക്കുന്ന ബ്രാഞ്ചിൻ്റെ സ്ഥലം കൊടുക്കുക. ബാങ്കിൻ്റെ IFSC കോഡ് കൊടുക്കുക. അതുപോലെ നമുക്ക് അടുത്ത ഒരു പോർഷൻ വരുന്നത് കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ പേര്, വയസ്സ്, കുടുംബനാഥനുമായിട്ടുള്ള ബന്ധം. അത് നമ്മുടെ റേഷൻ കാർഡിലുള്ള അത് വെച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അത് കൊടുക്കുക. പ്രായത്തിൻ്റെ കാര്യത്തിൽ സ്ഥലത്തിൻ്റെ വിസ്തീർണം, സർവേ നമ്പർ, വില്ലേജ് അല്ലെ താലൂക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കരംകെട്ട് രസീതിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കുക. പിന്നെ ഇവിടെ വരുന്ന സത്യപ്രസ്താവനയാണ്. ഈ സത്യപ്രസ്താവനയിൽ സ്ഥലം, തീയതി, അതിനുശേഷം അപേക്ഷകൻ്റെ പേര്, ഒപ്പ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫോം കൊടുക്കുന്ന സമയത്ത് കൃഷി ഓഫീസറിൻ്റെ മുമ്പിൽ വെച്ചാണ് നമ്മൾ ഈ സാക്ഷ്യപത്രം തയ്യാറാക്കി ഇവിടെ സ്ഥലം എഴുതുക, നിങ്ങൾ അന്നത്തെ ഡേറ്റ് എഴുതുക, അപേക്ഷകൻ്റെ പേര്, ഒപ്പ് കൊടുക്കുക. ബാക്കി ഇതിൻ്റെ താഴോട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം ഓഫീസ് മുഖാന്തരം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 3-ാമത്തെ പേജിൽ തന്നെ അപേക്ഷകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അന്നേരം ഞാൻ ഇതിൻ്റെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പേജും കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്കിത് വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. ഒന്നും കൂടി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 31 വരെ നിങ്ങൾക്ക് കൊടുക്കാം. ഭൂപരിധി എന്ന് പറയുന്നത് 494 മുതൽ താഴോട്ടാണ്. അപേക്ഷ കൊടുക്കേണ്ടത് ആരുടെ പേരിലാണ് ഭൂമിയുള്ളത് ആ വ്യക്തിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുക. നേരെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ തീർത്തും ഉപകാരപ്രദവും അതോടൊപ്പം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് തീർത്തും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സോഷ്യൽ മീഡിയ ആയ വാട്സപ്പ്, ഫേസ്ബുക്ക് മുഖാന്തരം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അവർക്കും കൂടി ഇത് ഉപകാരപ്രദമാകട്ടെ. അതോടൊപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ടെക്നോളജി സംബന്ധമായ വീഡിയോകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.